എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിനാനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, മഹത്തായ ഒരു ദിവസത്തിനായി നന്ദി പറയുന്ന ഈശോയെ, ഫെബ്രുവരി 16 ഇന്ന് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച അങ്ങയുടെ മക്കൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ പോകുന്നവരുണ്ട്. എല്ലാവരെയും ഇന്ന് രാത്രി കുർബാനയ്ക്ക്, വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നവരും ഉണ്ട്. പ്രായമായവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കുർബാനയ്ക്ക് പോകാതെ ആരെങ്കിലും മടിയാടുത്ത് മനസ്സിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക കടങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, കർത്താവ് ലൂക്ക 8:7 പറഞ്ഞിരിക്കുന്ന പോലെ മുൾച്ചെടികൾക്കിടയിൽ വീണ് വിത്ത് പോലെ വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. ജീവിത ക്ലേശങ്ങൾ കാരണം വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. കടങ്ങൾ, ഭീതികൾ, രോഗങ്ങൾ, കുടുംബത്തിലെ അസമാധാനങ്ങൾ, ആസക്തികൾ, ഇങ്ങനെ കൊണ്ട് ഞെരുക്കപ്പെടുന്നവരുണ്ട്. കർത്താവേ, നീ ഇപ്പോഴീ പ്രാർത്ഥന കൊണ്ട് അവരെ വിടുവിക്കണം. അവരെഴുന്നേറ്റ് പോയി, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പിതാവേ, നിനക്കും അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തതെന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവുമായി അനുരഞ്ജനപ്പെടാൻ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഞാൻ നിങ്ങളുടെ കുടുംബം സമർപ്പിക്കുന്നു. ഓരോരുത്തരും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്വന്തം വീട്ടുകാരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എല്ലാവരും കൂടുതലും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും മറ്റുള്ളവരുടെ ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിന് മുമ്പിൽ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ മാത്രം പ്രാർത്ഥനയായിട്ട് അവസാനിക്കാതെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ക്രിസ്തു തിരുസന്നിധിയിൽ പോകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാവരും രക്ഷപ്പെടണമെന്ന്. നമുക്ക് 1 തിമോത്തി 2:4 പ്രാർത്ഥന ഇടക്കുമെന്ന് വായിച്ചേക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇതെന്താ പ്രശ്നം അറിയാവോ? ഇപ്പം നീ നിൻ്റെ ഭർത്താവ് മദ്യപാനമാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേറെ തെറ്റ് ജീവിതമുണ്ട് എന്നുമ്പോൾ നിൻ്റെ ഭർത്താവ്, അത് നിൻ്റെ മകള് തെറ്റായ ഒരു പ്രണയത്തിൽ ബന്ധപ്പെട്ട് നീ അത് അവിടെ കുരുങ്ങിപ്പോയി, അപ്പോൾ അവൾ രക്ഷപ്പെടണമെന്നൊക്കെയാണ് നീ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിൻ്റെ ഭർത്താവ്, നിൻ്റെ മകൾ രക്ഷപ്പെട്ടാൽ നിനക്ക് സമാധാനമല്ലേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിന് സമാധാനം ഉണ്ടാകണം നിർബന്ധമുണ്ടാണ്. കർത്താവിൻ്റെ മനസ്സിരിക്കണത് എന്താണ്? ഇതുപോലെ അനേക ആയിരങ്ങൾ ഉണ്ട് തകർന്നു പോയവർ, അവർ രക്ഷപ്പെടണം. അപ്പോഴേ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? കർത്താവ്, എൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ മാത്രമല്ല, മറ്റുള്ളവരും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ളവരും രക്ഷപ്പെടാൻ അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ, കുറേ നാൾ മധ്യസ്ഥ പ്രവർത്തിച്ച് കഴിയുമ്പോൾ തന്നെ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവർ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ നിൻ്റെ ക്രിസ്തീയമായ കൂട്ടായ്മ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് ഞങ്ങളെന്നുള്ളതല്ലേ, ഞാനെന്നുള്ളതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നല്ല എഫിക്കസി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ എൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ അതേ പ്രയാസം ഇരിക്കുന്ന ജനാജാതി മതസ്ഥരെ നിന്നെ അറിയാനും അറിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനും വേണ്ടി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ അതേ ക്ലേശങ്ങളിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വരം കർത്താവ് നിനക്ക് തന്ന അഭിഷേകം ചെയ്യട്ടെ. അതുവഴി നീ ഉയരുകയും വളരുകയും കർത്താവിൽ മഹിമയോടെ നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ കൃപ നിന്നെ പിന്തുടരട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം 10:23 വായിച്ചു തുടങ്ങാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മുടെ പ്രത്യാശ അഥവാ പ്രാർത്ഥന, അതിലെ അപേക്ഷ, പ്രത്യാശയുടെ യാചനാരൂപമാണല്ലോ പ്രാർത്ഥന ഏറ്റുപറയുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. വെച്ചാലേ ഇനി നമുക്ക് മാറ്റിപ്പിടിക്കാന്ന് പറയത്തില്ലേ, ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറ്റി പിടിക്കും. ഒരു വിഷയത്തിൽ തന്നെ ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് ആ വിഷയം തന്നെ പോയി ആൾക്കാർ അന്തോരിസ്മരാനിൻ്റെ പെട്ടിൽ എഴുതിയിടും. അപ്പോൾ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസം അത്ര കണ്ട അറിവ് കിട്ടാത്തത് കൊണ്ടാണ് അവരിങ്ങനെ മാറ്റി പിടിക്കണത്. ഉടമ്പടി എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വാഗ്ദാനം ദൈവം നൽകിയത് എല്ലാ മനുഷ്യർക്കുമാണ്. അതാണ് എല്ലാ മനുഷ്യർക്കുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും നൽകിയ വാഗ്ദാനം എന്താണ്? അതാണ് ലുക്ക 2:29-30 എടുത്തേ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി. അപ്പൊ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ആർക്കാണ്? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. ഇവിടെയിട്ടില്ലേ, എല്ലാ മനുഷ്യർക്കും. എന്നെ കേൾക്കുന്നവര് ക്രിസ്ത്യൻസ് മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ വാഗ്ദാനം എന്ന് പറയുന്നത് ഫോർ എവരിബഡിയാണ്, സകല ജനങ്ങൾക്കും വേണ്ടി. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ്? വാഗ്ദാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവാണത്. അതാണ് അത് നമ്മുടെ ഈ 2 കൊരിന്ത്യർ 1:20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ദൈവമഹത്വത്തിന് അവൻ വഴി ആമേൻ പറഞ്ഞ ആദ്യത്തെ ആളാരാണെന്ന് അറിയാമോ? അമ്മയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോമാണ്, സിംഗിൾ വേർഡാണ് ആമേൻ. ഇതാ കർത്താവിന് ദൈവമഹത്വത്തിന് ആദ്യം ആമേൻ പറഞ്ഞ ആളാ. എന്നിട്ട് ഇപ്പൊ എന്താ പറയണമെന്ന് നോക്കിയാ? ഒന്നൊരു വായിച്ചേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ഈ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. എന്ന് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണെന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സകലവും നിറവേറാനുള്ള ഏക വാഗ്ദാനം എന്താണ്? ക്രിസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോരോ വിഷയങ്ങളിങ്ങനെ ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ എൻ്റെ പുറകെ നടക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, എന്നിൽ നിറയണമേ. കർത്താവ് എന്നിൽ നിന്ന് വസിച്ചു കഴിഞ്ഞാൽ സകല വാഗ്ദാനവും ഞാൻ നിറവേറുന്ന തുല്യമാണ്. 8855 വാഗ്ദാനമുണ്ട് ബൈബിളിൽ മാത്രം.
അപ്പോൾ അതെല്ലാം ഒറ്റ വാർഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ഉച്ചിഷ്ടം പോലെ കരുതണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്തെങ്കിലും വേദനയോ തള്ളിപ്പറച്ചിലോ അതുപോലെ തന്നെ ഒറ്റുകൊടുക്കലോ തള്ളിപ്പറച്ചിലോ ഒക്കെ വന്നാലും പിതാവേ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ നേടാൻ വേണ്ടി ക്രിസ്തു രക്തസാക്ഷിയായതുപോലെയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ സകലത്തിലൂടെ കടന്നു പോകുന്നത്. അത് നമുക്ക് നഷ്ടമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത്തിരി പരിചരണം ആവശ്യമാണ്, ഇത്തിരി ട്രെയിനിങ് ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണ്. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണെങ്കിൽ മൗനത്തിൻ്റെ ആളായ്മ മറിയമാണ്. അതിൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന എല്ലാ ആധ്യാത്മിക വഴികളും അമ്മയിലേക്കാണ്. അമ്മയെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിനെ കിട്ടും. അമ്മയുടെ നിലപാടുകൾ, അമ്മയുടെ നയങ്ങൾ, അമ്മയുടെ കാലാവസ്ഥ ഭേദമനുസരിച്ചുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അമ്മ നിങ്ങളുടെ കൂടെ ഈ ദിവസം മുഴുവൻ സഞ്ചരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോൾ ഇവൾക്ക് ഈ മായയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത്. അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ, അവൾക്കാണെങ്കിൽ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കഫയിൽ പോവും. ഭക്ഷണം കഴിക്കണം, പിന്നെ കൂടാതെ അവൾക്ക് വാടക കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ്. പല പ്രശ്നങ്ങളാണെങ്കിൽ അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും, അമ്മയുടെ അനിയത്തിയോടും പറയും. ആദ്യമൊക്കെ പറയത്തില്ല, പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ. പക്ഷെ അവരെന്ത് ചെയ്യാനാണ്? നാട്ടിൽ നിൽക്കണം, അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഒന്ന്, അവർക്ക് ഉടമ്പടി ചെയ്യാം. അതാണ് സംഭവം. ചിലർ എന്നോട് പറയും, ഞാനവിടെ ചെന്നപ്പോൾ എന്നൊക്കെ വിളിച്ച് അവർ പറഞ്ഞ വിമർശനം. ചിലർ പറഞ്ഞത് അച്ഛൻ ഈ ജീവിത പ്രസംഗങ്ങളാണ് എപ്പോഴും പറയണത്, മാതാവിനെ കുറിച്ചേ പറയത്തുള്ളൂന്ന്. ഞാൻ പറഞ്ഞു, മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല, ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, രോഗമാണ്. എന്തൊക്കെ ഈശോടുത്ത് പറയണതാരാണ്? മാതാവല്ലേ. പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ? ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അഫ്ലുവൻ്റായിട്ട്. ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയണത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ, ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും, അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണേ. ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല. ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം, ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചവരെ, ഞാനും ഇപ്പോൾ ഒരു ഷോജു എന്നും പറഞ്ഞൊരു ഷോജു, പിന്നെ ഒരു വത്സല, ഇവരാണ് എൻ്റെ അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ്. അപ്പം ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ, സ്ഥിതി എന്താണ്, ധ്യാനത്തിൻ്റെ സ്ഥിതി, ഇത് ധ്യാനം നന്നായിട്ട് വേണം പോകുന്നത്, അതോ
ധ്യാനത്തിൻ്റെ അകത്ത് വല്ലതും കറക്ഷനുണ്ടോ, കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അപ്പോഴും മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റ് ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗത്യമുള്ളവർ, ഈ ദൗത്യമുള്ളവർക്കുള്ള പുസ്തകം എന്താണെന്നറിയാമോ? ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ, ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കൃപ, അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും, പക്ഷെ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും. അതുകൊണ്ടാണ് ഈ പൗരസപ്പോസ് ഇപ്പോൾ ഒന്ന് കോരിന്തോസ് 15 എടുത്തേ മോനെ, 15:10 എടുത്തേ. 1 കോരിന്തോസ് 15:10. 1 കോരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവർക്കാണ് കൃപയുള്ളത്. അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്തിക്കാൻ കാര്യം ഇതിൻ്റെ അകത്ത് അധ്വാനമുണ്ട്. അല്ലാതെ പ്രാർത്ഥന മാത്രം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രം ഉണ്ടായി. കർണക്കൊന്ത 33 പ്രാവശ്യം ഇല്ലേ, വിശ്വാസ പ്രമാണം 45 പ്രാവശ്യം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല. ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണമല്ല, കൈയും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ. അപ്പോൾ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത്. അതാണ് 1 കോരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോഴേ അധ്വാനിച്ചത് എന്താണ്? എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല, പിന്നെന്താണ്? എന്നിലുള്ള ദൈവകൃപ. ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. അതാണ് 2 കോരിന്തോസ് 12:9. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കാര്യം. 2 കോരിന്തോസ് 12:9 പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല. കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ്? ഗ്രേസാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ, അതാണ് അധ്വാനം. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ്. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത്. അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അയ്യോ ഞാനെങ്ങും പറയത്തില്ല, ഞാനെങ്ങനെ പറയും? ആൾക്കാർ വഴക്കിട്ട് അപ്പോൾ ആൾക്കാരെ പേടിക്കുവർ. അതായത് ദൈവകൃപ ഇല്ല എന്നുണ്ടെങ്കിൽ കൃപാസനം പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് പറയും? അയ്യോ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് അവർ ന്യൂട്രലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വല്ല കുമ്പസാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലാണ് കൊണ്ടുപോയി ചുറ്റും മാറിക്കളയും. അത് കൃപയില്ലാഞ്ഞിട്ടാണ്. അവർ കൃപയില്ല, കാര്യം അധ്വാനിക്കാൻ പറ്റണില്ല അവർക്ക്. ഇപ്പോൾ ചിലർ പറഞ്ഞു ഞാൻ ഓർഫനേജിൽ പോയി, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി, ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു, അവരുടെ പഴയ മുഷിഞ്ഞ ഉടുപ്പെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു.
അവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് അധ്വാനമാണ്, കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അതെന്തുകൊണ്ടാണ്? അത് കൃപയാണ്. അതാ 1 കൊരിന്ത്യർ 15 ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കൈ ഉയർത്തി പ്രാർത്ഥി. കർത്താവ് ദൈവമേ, ദൈവകൃപ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ എന്നിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് അധ്വാനിക്കാൻ തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താണ്? ഉടമ്പടി അവൻ പറയണ പോലെ ചെല്ലുകയല്ലല്ല, അവൻ പറയണ പോലെ അധ്വാനിക്കുകയാണ്. അതാണ് പ്രശ്നം. മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയാണ്. അപ്പം അതെല്ലാം ചൊല്ലുകയല്ല. നമ്മൾക്ക് ഈ 10-100 കൊല്ലം 1000 കൊല്ലം ഒക്കെ ആയിട്ടും ക്രിസ്ത്യാനിറ്റിയിൽ എത്ര നിങ്ങൾ പുതിയ ധ്യാന രീതികളൊക്കെ ഉണ്ടായാലും മനുഷ്യൻ പണ്ടേ ചെണ്ടൻകോരും ശങ്കരൻ തെങ്ങ തന്നെയാണ്. ചുണ്ടിൻ്റെ അഭ്യാസം അറിയാൻ പാടുള്ളത്. അതാണ് വിഷയം. അതാണ് അതിൻ്റെ വരുന്നത്. ഉടമ്പടി എല്ലാത്തിനേക്കാൾ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഫാദർ ആൻ്റണി ഓക്കാമിൻ്റെ സാക്ഷ്യമില്ലേ? ഇപ്പോൾ ഒരു 11,000 ആൾക്കാർ കണ്ട് രാവിലെ. 3 അച്ഛനും ഒരു കന്യാസിയും കൂടി വന്ന് സാക്ഷ്യം പറയുന്നത്. നിങ്ങളത് വീട്ടിൽ പോയി കാണണമെന്നല്ലായിരിക്കും. ഒരച്ഛനും 2 അച്ഛന്മാരും ഒരു കന്യാസ്ത്രീയും കൂടി പറയുന്ന സാക്ഷ്യം. ഫാദർ ആൻ്റണി ഓക്കാം ജർമ്മനിൽ 19 കൊല്ലം വർക്ക് ചെയ്യണം. അപ്പം അദ്ദേഹം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കവനൻറ്റിലാണ്, ബൈ ബർത്ത് ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ കവനൻറ്റിലാണ്. പിന്നെ ഞാൻ പട്ടം കിട്ടിയപ്പോൾ ഒരു കവനൻറ്റിലാണ്. പിന്നെ എനിക്കെന്തിനാ വേറെ ഒരു കവനൻറ്റ്, മരിയൻ കവനൻറ്റ്? അപ്പം ഞാനിതിനെ നിഷേധിക്കുമായിരുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞത്. കാര്യം ഞാനെടുത്ത പട്ടത്തിൻ്റെ കവനൻറ്റിനേക്കാൾ വലുതാണോ ഈ മരിയൻ കവനൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ പണ്ട് ഉടമ്പടി എടുത്തപ്പോഴേ അനിയനോട് തർക്കിച്ച് വീട്ടിൽ വന്നപ്പോൾ തർക്കിച്ചതാണ്. ഇതാണ് ഞങ്ങളെടുത്ത പട്ടത്തിനേക്കാൾ വലുതാണോ മരിയൻ ഉടമ്പടി എന്ന്.